ഘടകകക്ഷികളുടെ കടുംപിടുത്തത്തിന് മുന്നിൽ പരുങ്ങി 4 സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കാനാകാതെ ഇടതുമുന്നണി. തിരുവനന്തപുരം, താനൂർ, വള്ളിക്കുന്ന്, മങ്കട മണ്ഡലങ്ങളാണ് LDF സ്ഥാനാർത്ഥികളെ കാത്തിരിക്കുന്നത്. ജനാധിപത്യ കേരള കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റായ തിരുവനന്തപുരത്ത് നടൻ സുധീർ കരമനയുടെ പേരും ഉയർന്നു കേൾക്കുന്നുണ്ട്. വി അബ്ദുറഹ്മാൻ ചുവട് മാറ്റിയതോടെ ഒഴിവുവന്ന താനൂരും INL സീറ്റായ വള്ളിക്കുന്നുമാണ് സ്ഥാനാർത്ഥി പ്രതിസന്ധി നേരിടുന്ന മറ്റ് 2 മണ്ഡലങ്ങൾ. മങ്കടയിൽ ലീഗ് വിമതനെ സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിച്ചെങ്കിലും ഇതുവരെ പ്രചാരണം ആരംഭിച്ചിട്ടില്ല. നമുക്കൊപ്പം നമ്മുടെ പ്രതിനിധികൾ ചേരുന്നുണ്ട്. സ്റ്റെഫിനും അരുണമൃതനാഥും സാരംഗും ചേരുന്നുണ്ട്. സ്റ്റെഫിൻ തിരുവനന്തപുരത്ത് നിന്നും ആദ്യം വിവരങ്ങളുമായി ചേരുകയാണ്. സ്റ്റെഫിൻ, ഗുഡ് മോർണിംഗ്. തിരുവനന്തപുരത്ത് ഇനിയും സ്ഥാനാർത്ഥിയാവാത്തതിൻ്റെ ഒരു അനിശ്ചിതത്വം നിലനിൽക്കുന്നുണ്ട്. ചില പേരുകൾ പറഞ്ഞു കേൾക്കുന്നു. അല്പം മുൻപ് അങ്ങനെ പറഞ്ഞു കേട്ട പേരുകാരനുമായി നമ്മൾ സംസാരിക്കുകയും ചെയ്തു. സുധീർ കരമന. പ്രഖ്യാപനം ഇന്ന് തന്നെ ഉണ്ടാവുമല്ലോ അല്ലേ? മൂത്തി, ഇനി ഏതായാലും കൂടുതൽ ദിവസത്തേക്ക് നീട്ടിക്കൊണ്ടുപോകാൻ കഴിയില്ല. കാരണം പല സ്ഥാനാർത്ഥികളും ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയാണ്. തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളെല്ലാം തന്നെ നാമനിർദ്ദേശ പത്രിക ഇന്നും തിങ്കളാഴ്ചയുമൊക്കെ സമർപ്പിക്കും. അങ്ങനെ ഒരു രീതിയിലൂടെയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ അവസാന ഘട്ടത്തിൽ ഇപ്പോൾ എത്തി നിൽക്കുന്നു എന്ന് തന്നെ പറയാം. കാരണം ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചു കഴിഞ്ഞാലും ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ പ്രചാരണത്തിന്. ഇപ്പോൾ തിരുവനന്തപുരത്തെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ BJPയും UDFും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. ചുവരെഴുത്തും പോസ്റ്റർ ഒട്ടിക്കലും ഒക്കെയായി പോയി. പക്ഷേ LDF ബുക്ക് ചെയ്തിട്ടിരിക്കുന്ന മതിലുകളിൽ ഒരു പേരെഴുതി ചേർക്കുന്നതിന് വേണ്ടി ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. ഒപ്പം ഈ ഒരു പ്രതിസന്ധി പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ CPM ഈ വിഷയം ഏറ്റെടുത്തിരിക്കുന്നത്. CPMന്റെ ജില്ലാ നേതൃത്വം ഏതായാലും ഈ വിഷയത്തെ എടുത്തിട്ട് ഒരു സ്റ്റാർ കാൻഡിഡേറ്റിനെ തന്നെ ഒന്ന് വൈകിയെങ്കിൽ പോലും ഒന്ന് ലേറ്റായി വന്നാലും ലേറ്റസ്റ്റായി ഇറങ്ങണമെന്നൊരു ധാരണയാണ് CPMനുള്ളത്. അതുകൊണ്ട് തന്നെയാണ് സുധീർ കരമനെ അവിടെ പരിഗണിക്കുന്നത്. നേരത്തെ പല പേരുകളിലേക്കുമൊക്കെ പോയിരുന്നു. മുരുകൻ കാട്ടക്കട അടക്കമുള്ള ആളുകളുടെയൊക്കെ പേരുകൾ പരിഗണിച്ചിരുന്നു. എന്നാലും ഒരു വിജയ സാധ്യത കൂടി കണക്കിലെടുത്തുകൊണ്ട് ഒരു പ്രചാരണത്തിൽ ഒരു പടി കൂടി മുന്നിലേക്ക് എത്തുക എന്നൊക്കെയുള്ള ലക്ഷ്യം കണക്കിലെടുത്തുകൊണ്ടാണ് സുധീർ കരമനെ ഇപ്പോൾ സ്ഥാനാർത്ഥിയായി ആലോചിക്കുന്നത്. ഔദ്യോഗിക പ്രഖ്യാപനം അല്പസമയത്തിനകം തന്നെ വരും. കഴിഞ്ഞ ദിവസം നമ്മൾ ഈ ജനാധിപത്യ കേരള കോൺഗ്രസിന്റെ നേതാക്കളുമൊക്കെയായി സംസാരിക്കുമ്പോൾ അവർക്ക് ഏതായാലും സീറ്റ് വിട്ടുകൊടുക്കുന്നതിനെ വലിയ പ്രശ്നമാണ്. എന്നാൽ പകരം ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടില്ല. ആന്റണി രാജു അല്ലാതെ മറ്റൊരാളിലേക്ക് ഒരു പേര് CPMന് നൽകുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടില്ല. അവർ നൽകിയ പേരുകളെല്ലാം തന്നെ അംഗീകരിക്കാൻ CPM ഒരുക്കുമല്ല. അങ്ങനെ ഒരു പ്രതിസന്ധിയാണ് തിരുവനന്തപുരത്ത് രൂപപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി ഏതായാലും പ്രചാരണത്തിൽ ശക്തമായി ഇറങ്ങേണ്ടതുണ്ട്. അതുകൊണ്ട് കരമന സുധീറിലേക്ക് തന്നെ എത്തും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇന്ന് രാവിലെയോടുകൂടി ജനാധിപത്യ കേരള കോൺഗ്രസിന്റെ നേതാക്കളും CPMന്റെ മുതിർന്ന നേതാക്കളും തമ്മിൽ ഇതുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തും. അതിനുശേഷമായിരിക്കും ഒരു ഔദ്യോഗിക പ്രഖ്യാപനത്തിലേക്ക് നീങ്ങുക. അങ്ങനെയെങ്കിൽ വൈകിട്ടോടുകൂടി വലിയ റോഡ് ഷോയും ഒന്ന് കളം ഇളക്കി മറിച്ചുകൊണ്ടുള്ള ഒരു പ്രചാരണമൊക്കെ ആയിരിക്കും CPM പ്രത്യേകിച്ചും LDF നേതൃത്വം തിരുവനന്തപുരത്ത് നടത്തുക. ഏതായാലും സുധീർ കരമനയുടെ പേരിന് തന്നെയാണ് ഇപ്പോൾ ഏതായാലും മുൻതൂക്കം. ഔദ്യോഗിക പ്രഖ്യാപനം അല്പസമയത്തിനകം തന്നെ വരും. ശരി, സഫിന് അരുൺ അമൃതനാഥ് കൂടി ചേരുന്നുണ്ട്. അരുൺ, ഗുഡ് മോർണിംഗ്. ഈ താനൂരും മങ്കടയും എന്താണ് അവസ്ഥ? ഗുഡ് മോർണിംഗ് മോത്തി. ചരിത്രത്തിൽ ഇന്നേ വരെ ഇത്തരത്തിലൊരവസ്ഥ മലപ്പുറത്ത് CPMന് ഉണ്ടായിട്ടുണ്ടോ എന്ന ഗതിയിലേക്കൊക്കെ കാര്യങ്ങൾ എത്തുന്നു എന്നുള്ളതാണ്. CPM സീറ്റ് ഇതാ ലേലത്തിന് വെച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പരിഹാസവുമായി മറുഭാഗത്ത് ലീഗും UDFും ഒക്കെ അത്തരത്തിലുള്ള പ്രചാരണങ്ങളൊക്കെ ആരംഭിച്ചിരിക്കുന്നു. അതായത് CPM സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരുന്നു, 1 മണിക്കൂറിനുള്ളിൽ തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനമൊക്കെ വന്ന് അപ്പോൾ താനൂരിൽ വി അബ്ദുറഹ്മാനെയാണ് പ്രഖ്യാപിച്ചത്. അബ്ദുറഹ്മാൻ പക്ഷേ ഒരു 4-5 ദിവസത്തേക്ക് ഒരു അനക്കവും ഉണ്ടായിരുന്നില്ല. മങ്കടയിലാണെങ്കിൽ സ്ഥാനാർത്ഥി AP അലവിയും അതേ സമാന രീതിയിലായിരുന്നു. ഒരു ദിവസം കണ്ടതാണ്. പിന്നീട് പ്രചാരണത്തിലോ ഫ്ലക്സ് ബോർഡുകൾ പോലും ഉയർന്നിട്ടില്ല. വള്ളിക്കുന്നാണെങ്കിൽ ഇത്തരത്തിൽ INLന്റെ സീറ്റാണ്. അതിൽ പോലും ഇത്തരത്തിലുള്ള ഘടകകക്ഷിയോടൊരു ഉറപ്പില്ലാതെ CPM നിൽക്കുന്നു. ഒടുവിൽ സീറ്റ് ഏറ്റെടുക്കുകയാണ് ഉണ്ടായിരുന്നത്. അവിടെയാണ് ഒരു മാതൃഭൂമി ന്യൂസ് ഇപ്പോൾ ആദ്യമായ അത്തരത്തിലൊരു CPMന്റെ മറ്റൊരു സമീപനം കൂടി പുറത്തു വിടുന്നത്. അതായത് റിയാസ് മുക്കോളി എന്ന കോൺഗ്രസിന്റെ യുവ നേതാവും KPCC അംഗവും കൂടിയായ റിയാസ് മുക്കോളിക്കായി വള്ളിക്കുന്നിൽ ഇത്തരത്തിലൊരു ശ്രമം LDF നടത്തുന്നു എന്നുള്ളതാണ്. റിയാസിന്റെ സീറ്റ് വള്ളിക്കുന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ട് അങ്ങനെ നിൽക്കും. പക്ഷേ റിയാസ് മുക്കോളി ഇതുവരെ അതിനോട് മനസ്സ് തുറന്നിട്ടില്ല. ഗ്രൂപ്പൊക്കെ ആ കാര്യം ചർച്ച ചെയ്യുന്നുണ്ട്. റിയാസ് അത്തരത്തിലൊരു സമീപനം വന്നാൽ എന്ത് പ്രതികരണം സ്വീകരിക്കണം, അല്ലെങ്കിൽ എത്തരത്തിലാവണം സമീപനം എന്നൊക്കെ ചർച്ച കോൺഗ്രസിനുള്ളിലും ഇത്തരത്തിൽ റിയാസ് അനുകൂലികളായ നേതാക്കളൊക്കെ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം പട്ടാമ്പിയിൽ ഏറെ സജീവമായി പ്രവർത്തിച്ചിരുന്ന
നേതാവായിരുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവിടെ മുഹസിനോട് പരാജയപ്പെട്ടു. എങ്കിൽ പോലും 5 വർഷവും മണ്ഡലത്തിൽ സജീവമായിരുന്നു. റിയാസിനെ പരിഗണിച്ചില്ല എന്നൊരു അമർഷം ചില നേതാക്കൾക്കെങ്കിലും ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ വള്ളിക്കുന്നിലെ സ്ഥിതി അങ്ങനെയാണ്. മങ്കടയിൽ കുന്നത്ത് മുഹമ്മദ് എന്ന മുൻ ലീഗ് മണ്ഡലം പ്രസിഡന്റിനെയാണ് പരിഗണിക്കുന്നത്. അത് ഏകദേശം ഇന്ന് പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് കരുതാം. എന്തായാലും താനൂരിൽ ഇനിയും ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്താനുള്ള അവസാനഘട്ട ചർച്ചകൾ നടക്കുന്നേ ഉള്ളൂ എന്നാണ്. CPM പോലൊരു പാർട്ടിക്ക് ഈ ഒരു ഗതി എന്തുകൊണ്ട് വന്നു എന്നൊരു ചോദ്യം അവിടെ ഉയർന്നു നിൽക്കുകയാണ്. അത്തരത്തിലൊരു സ്വതന്ത്ര പരീക്ഷണമൊക്കെ പാളി എന്നൊരു വിലയിരുത്തൽ ജില്ലാ നേതൃത്വത്തിൽ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. അതിലേക്കൊക്കെ കാര്യങ്ങൾ എത്തുന്നുണ്ടോ? ഇനിയും അത് മാറ്റി ചിന്തിക്കേണ്ടതുണ്ടോ? എന്താണ് മലപ്പുറത്തെ CPM സ്ട്രാറ്റജിക്ക് സംഭവിക്കുന്നത് എന്നുൾപ്പെടെ നമ്മളെ തോന്നിപ്പിക്കുന്നു പോകുന്ന തരത്തിലാണ് കാര്യങ്ങൾ. 3 മണ്ഡലങ്ങളാണ് അനിശ്ചിതത്വത്തിൽ തുടരുന്നത് എന്നുള്ളതാണ് അതിൽ ഏറ്റവും സുപ്രധാനമായ കാര്യം. മോത്തി. ശരി, അരുൺ അമൃതനാഥാണ് ഈ 3ഇടത്തെയും വിവരങ്ങൾ നൽകിയത്. അനിശ്ചിതത്വത്തെ പറ്റി താനൂർ, മങ്കട, വള്ളിക്കുന്ന് മേഖലകൾ. പിന്നെ സാരംഗ് നമുക്കൊപ്പം കാസർഗോഡ് നിന്ന്. സാരംഗെ, അവിടെ നിന്നുള്ള രാഷ്ട്രീയ ചിത്രം കൂടി പങ്കുവയ്ക്കൂ. കാസർഗോഡ് നിന്നുള്ളത് അനിശ്ചിതത്വങ്ങൾക്കിടയിലൂടെ ഇനി എപ്പോഴാണ് പ്രചാരണം കടുപ്പിക്കാനാവുക? അവസാനവട്ട ചിത്രം എപ്പോൾ തെളിയും എന്ന കാര്യത്തിലേക്ക് ഉറ്റുനോക്കുകയാണ് എല്ലാ ജനങ്ങളും. മോദി, പ്രധാനമായും തിരുവനന്തപുരത്ത് ജനാധിപത്യ കേരള കോൺഗ്രസും മലപ്പുറത്ത് LDF സ്വതന്ത്രനുമാണ് ഈ രീതിയിൽ CPM-നും LDF-നും പ്രതിസന്ധിയായതെങ്കിൽ കാസർകോട്ടിനെ സംബന്ധിച്ച് അത് INL നേതൃത്വം തന്നെയാണ്. കാരണം മുൻകാലങ്ങളിലൊക്കെ തന്നെ INL-ന്റെ സംസ്ഥാന നേതാക്കളൊക്കെ തന്നെ മത്സരിച്ച് പക്ഷേ തെരഞ്ഞെടുപ്പിൽ യാതൊരു ഇമ്പാക്റ്റും ഇല്ലാതെ 3ാം സ്ഥാനത്തേക്ക് എത്തിപ്പോയ ഒരു മണ്ഡലമാണ് കാസർകോട് എന്നത്. അവിടെയാണ് ഇപ്പോൾ ഈ രീതിയിൽ ഷാനവാസ് പാദൂർ എന്നുള്ള ഒരു സ്ഥാനാർത്ഥിയെ CPM-ന്റെയും INL-ന്റെയും നേതാക്കൾ ചേർന്നുള്ള ഒരു സംയുക്ത യോഗത്തോടു കൂടി തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാനുള്ള അവസാനഘട്ട തയ്യാറെടുപ്പിലേക്ക് കടക്കുന്നത്. ഇന്ന് 2 മണിയോടുകൂടി തന്നെ LDF-ന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ മാധ്യമങ്ങളെ കാണും. അതിന് തൊട്ടു പിന്നാലെ തന്നെ ഷാനവാസ് പാദൂരിനെ ആനയിച്ചുകൊണ്ടുള്ള റോഡ് ഷോ ആരംഭിക്കുമെന്നുള്ള വിവരങ്ങളാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ആദ്യഘട്ടത്തിലൊക്കെ തന്നെ UDF-ന്റെ സ്ഥാനാർത്ഥികൾ എവിടെ, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾ എവിടെ എന്നുള്ള വ്യാപകമായ വിമർശനം ഉയർത്തിയ കാസർകോട്ടെ ഇടത് മുന്നണി നേതൃത്വത്തിന് വലിയ ഒരു തലവേദനയായി കാസർകോട്ടെ സ്ഥാനാർത്ഥി നിർണ്ണയം മാറിയിരുന്നു. എന്തായാലും ആദ്യഘട്ടത്തിൽ തന്നെ ഈ രീതിയിൽ മഞ്ചേശ്വരത്ത് സ്ഥാനാർത്ഥിയായി പരിഗണിച്ചിരുന്ന ഒരു ആളാണ് ഈ രീതിയിലുള്ള മുൻ കോൺഗ്രസ് നേതാവ് കൂടിയായിട്ടുള്ള ഷാനവാസ് പാദൂർ. എന്നാൽ ഷാനവാസ് പാദൂരിനെ മഞ്ചേശ്വരത്തേക്ക് പരിഗണിക്കുന്നില്ല എന്ന് ഉള്ള വാർത്ത പുറത്തു വന്നതിന് തൊട്ട് പിന്നാലെ തന്നെ ഒരു പക്ഷേ കാസർകോട്ടേക്ക് സ്ഥാനാർത്ഥിയെ ആക്കിയേക്കുമെന്നുള്ള ഒരു വാർത്തയും അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിവരങ്ങളൊക്കെ തന്നെ പുറത്തു വന്നിരുന്നു. എന്തുകൊണ്ടാണ് ഈ അവസാന നിമിഷത്തിലേക്ക് ഈ സ്ഥാനാർത്ഥി നിർണ്ണയം അല്ലെങ്കിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം മാറിയത് എന്നുള്ള കാര്യത്തിൽ ഏറ്റവും ഒടുവിൽ അതിൻ്റെ കൃത്യമായൊരു വിവരം തരേണ്ടത് സ്ഥാനാർത്ഥിയും അതോടൊപ്പം തന്നെയുള്ള പ്രധാനപ്പെട്ട നേതാക്കളുമാണ്. എന്തായാലും നേതാക്കളുടെ ഭാഗത്തു നിന്നോ സ്ഥാനാർത്ഥിയുടെ ഭാഗത്തു നിന്നോ ഇതുവരെ യാതൊരു പ്രതികരണം ഉണ്ടായിട്ടില്ല. എന്തായാലും എല്ലാ തരത്തിലുള്ള പ്രതികരണവും എന്തുകൊണ്ട് വൈകി എന്നുള്ള കാര്യത്തിൽ ഒരു കൃത്യമായ ഒരു വിവരം അല്ലെങ്കിൽ അവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രതികരണം എന്തായാലും പത്രസമ്മേളനത്തിൽ തന്നെ ഉണ്ടാവുമെന്നുള്ള ഒരു വിവരമാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നത്. മോത്തി. ശരി സാരംഗെ, കൃത്യമായി തന്നെ പുറത്തു വരും. അത് ഇന്ന് തന്നെ വന്നേ മതിയാകൂ, തീരുമാനം ഇന്ന് തന്നെ ഉണ്ടായേ മതിയാകൂ എന്നതാണ്. പത്രിക സമർപ്പിക്കാൻ ദിവസങ്ങളില്ല.